നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ മറക്കില്ല. ഇന്നലെ നിങ്ങളെ പറഞ്ഞയക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞപ്പോ അതും കൂടി ഒന്ന് നോക്കിക്കളയാമെന്ന് ഞാനും വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ സത്യം പുറത്തു വന്നത്. കൂടെ നിന്നവർ ചതിച്ചപ്പോഴും ആപത്ത് സമയത്ത് എന്നെ സഹായിക്കാൻ വലിയ വീടനും നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിയുണ്ട്. ഇങ്ങോട്ട് തരൂ. എന്റെ വക ചെറിയൊരു സമ്മാനം. ചന്ദ്രമംഗലത്തെ ഒരു രീതിയാണ്. വാങ്ങിച്ചോളൂ. കാണുന്നില്ല. ആനക്കാര്യത്തിനിടയ്ക്ക് അവളോട് ഒരു ചേനക്കാര്യം. വടക്കേപ്പുറത്ത് എങ്ങനെ കാണും? പോയി നോക്ക. എല്ലായിടത്തും അന്വേഷിച്ചു. ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. താത്തയുടെ മുറിന്ന് കിട്ടിയ കത്ത. എന്റെ വലിയേട്ടന് ഓർക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് എനിക്കിനി ഒരു ജീവിതം കിട്ടില്ല. ഇങ്ങനെ നരകിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളിന്റെ കൂടെ ഞാൻ പോവുകയാണ്. വലിയേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. സഹോദരി സാവിത്രി. ചതിച്ചു. പിടിച്ച് കെട്ടണ ഈ പട്ടികളെ. നോക്കി നിൽക്കാതെ പിടിക്കണവരെ. കൊച്ചതിരുമേനി വന്നു. എടാ മോനെ, നീ നാളെ വരുന്നല്ലേ വിളിച്ചു? പെട്ടെന്ന് ടിക്കറ്റ് ഓക്കെ ആക്കി അച്ഛാ. എന്തായാലും നീ നേരത്തെ വന്നത് നന്നായി. നല്ല വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ അവനിപ്പോ വന്നല്ലേ ഉള്ളൂ. വീട്ടിനകത്ത് കയറട്ടെ. സാവധാനം എല്ലാം പറയാം. വാ മോനെ. മിറാൻഡ, ഇതാരാ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ വിവരം അറിയിക്കാതിരുന്നത്. ടൊറാൻഡോ ഡിഫൻസ് ഹോസ്പിറ്റലിലെ ചീഫ് നേഴ്സാ മിറാൻഡ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളായി. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അയ്യോ, എല്ലാം പോയി, എല്ലാം പോയി. കണ്ടില്ലേടി നിന്റെ പുന്നാര മോന്റെ പ്രവൃത്തി? 3.5 ചക്ര ശമ്പളം മേടിക്കുന്ന നേഴ്സിനെയും കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാടാ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിന്നെ വിദേശത്ത് പഠിക്കാൻ വിട്ടതേ നിന്നെ കാണിച്ച് അതിന്റെ 10 ഇരട്ടി വാങ്ങിക്കാമെന്ന് കരുതിയാ. അതിന് വേണ്ടിയിട്ടാടാ കോടിക്കണക്കിന് സ്വത്തുള്ള രാമവർമ്മയുടെ മകളുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചത്. എനിക്ക് നഷ്ടപ്പെട്ടത് ഇനി ആര് തിരിച്ചു തരുവടാ? അച്ഛ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. ഒന്നും പറയണ്ടടാ. എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തില്ലടാ പുല്ലേ. ഇതിനി ആ രാമവർമ്മ അറിഞ്ഞ എന്റെ കഴുത്ത് വെട്ടും. സേതുവിനെ എനിക്കും ഇഷ്ടാ മോളെ. പക്ഷേ ആ വിവാഹം നടക്കില്ല. നിന്റെ അച്ഛൻ അതിന് സമ്മതിക്കില്ല. ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കണം. ഇല്ലമ്മേ, എന്റെ ജീവൻ പോയാലും ഞാൻ സമ്മതിക്കില്ല. സേതുവേട്ടനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. അമ്മയ്ക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ അച്ഛനോട് പറയണം. നടത്തിത്തരാമടി. കല്യാണമല്ല, നിന്റെ 16 അടിയന്തരം. ചന്ദ്രമംഗലം തറവാട്ടിലെ സ്ത്രീകൾ പിഴച്ചവരാണെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ എന്റെ അച്ഛൻ കരഞ്ഞ കരച്ചിൽ ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഇനി നീയും കൂടി പിഴച്ചവളാണെന്ന് പറയിപ്പിച്ചാൽ അത് കേൾക്കാൻ പിന്നെ ഈ രാമവർമ്മ ജീവിച്ചിരിക്കില്ല. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഇന്ദ്രജിത്തും നീയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ദുർബുദ്ധി നീ കാണിച്ച അച്ഛന്റെ സ്വഭാവം മോക്ക് നന്നായി അറിയാലോ. രാമവർമ്മ തീരുമാനിച്ച കല്യാണം നടത്താൻ ഈ മൂത്തകുന്നം തിരുവിന് സമ്മതിക്കില്ലടി. എന്റെ ജീവൻ പോയാലും ഞാൻ അതിന് അനുവദിക്കില്ല. നിങ്ങളുടെ ജീവൻ പോണതല്ല ഇവിടെ പ്രശ്നം. ഈ കല്യാണം നടന്നാലേ നമ്മുടെ മോന്റെ ജീവനാ പോകുന്നത്. അപ്പുറത്തെ തൂങ്ങാൻ കയറും കെട്ടി നോക്കിയിരിക്കുക പുരുഷു. ഇവരില്ലാത്തവനെ എന്തിനാണ് ഈ അവയവം കാണിക്കുന്നത്? മോനെ പുരുഷു, ഈ അമ്മയെ എങ്ങനെ തീറ്റിക്കാതെ നീ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വാ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ എന്റെ കല്യാണം കഴിയണം. മുറിക്കകത്ത് ഇറങ്ങി വരാതെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്? അതും ശരിയാണല്ലോ. ഇന്ദ്രിയത്തല്ലേ? അതെ. നമ്മളാരാ? മനസ്സിലായില്ല. ഞാൻ സേതു, ചന്ദ്രമംഗലത്തെ കാര്യസ്ഥന്റെ മോനാ. എനിക്കൊരു അപേക്ഷയുണ്ട്. ഭാമയും ഞാനും കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് വളർന്നവരാ. അർഹതപ്പെട്ടാലെങ്കിലും ഞാൻ ഒരുപാട് മോഹിച്ചു പോയി.
മോനെ എങ്ങനാ ഇന്ദ്രിയത്തെ എന്നെ ഒന്ന് സഹായിക്കണം, ഈ കല്യാണത്തിന് പിന്മാറണം. ചുരുക്കി പറഞ്ഞ തീരുമാനിച്ച കല്യാണം വേണ്ടെന്ന് വെക്കണം അല്ലേ? അതെ. ഭാമ ഇപ്പോ വീട്ടു പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇതെല്ലാം അവള് തന്നെ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയേ. സ്മാർട്ട്, മിടുക്കൻ. ഇത്രയും ചങ്കൂറ്റമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ആ അപ്രോച്ചിന് തന്നെ ഒരു പുതുമയുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് പിരിയേണ്ടി വരുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും. എനിക്ക് സേതുവിനോട് സഹതാപം തോന്നുന്നു. സോറി, പക്ഷെ മിസ്റ്റർ സേതു, എനിക്ക് അവളെ വേണം. ഇന്ദ്രിത്, പ്ലീസ്, ഒരു പ്രശ്നം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നീ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാടാ? ഇന്ദ്രിത്, ഞാൻ പറയുന്നു കേക്ക്. ഒരു കോപ്പ് എനിക്ക് കേൾക്കണ്ട. എന്റെ ജീവൻ പോയാലും അവളെ ഞാൻ നിനക്ക് വിട്ടുതരടാ. വിട്ടുതരാൻ അവളെ നിന്റെ കൈ കിട്ടിയിട്ട് വേണ്ടേ? കൂട്ടുകാരൻ പോയിക്കോ. ഓടേ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തന്റെ കാല് പിടിക്കാം. ഈ വിവാഹം നടക്കണം. വിവാഹം നടക്കില്ലെന്ന് ആര് പറഞ്ഞു? സത്യഭാമയും ഇന്ദ്രജിത്തും തമ്മിലുള്ള വിവാഹം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നാണക്കേട് വരും. പണം കൊണ്ട് ഏത് നാണക്കേട് മൂടാവണോ? പണം തന്റെ കയ്യിൽ ആവശ്യത്തിലധികം ഉണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് എല്ലാം കൂടി എന്റെ മോനെ പേർക്ക് എഴുതി വെച്ചേക്ക്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. മെടുക്കൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇന്ദ്രജിത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ? അതൊന്നും സാരമില്ല. അവൻ എന്റെ മോനാണോ? മോനെ ഇന്ദ്രജിത്തെ. എക്സ്ക്യൂസ് മീ. എന്താ? മോനെ അമ്മായി അച്ഛൻ. മോനെ നീ വിഷമിക്കണ്ടടാ. പെങ്കൊച്ചിന് ഇത്തിരി ചീത്ത പേരുണ്ടെന്നേ ഉള്ളൂ. അതിന് പരിഹാരം എന്നോണം സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതി തരാമെന്നാണ് രാമവർമ്മ പറയുന്നത്. എന്താ അതുപോലെ? എല്ലാ അച്ഛന്റെ ഇഷ്ടം പോലെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. തിരുമേനി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. എന്തിനാണാവോ? ഇതിനായിരുന്നു. ഇതങ്ങോട്ട് കൊടുത്തയച്ച പോരായിരുന്നു. ഉണ്ട ചോറിന് നന്ദി വേണോടോ. തന്റെ മോനില്ലേടോ ആ ഡിഗ്രിക്കാരൻ സേതുമാധവൻ. അവൻ എന്റെ മോളെ കെട്ടുമെന്ന് പറഞ്ഞു വാതുവെച്ച് നടക്കുക. അതും അവളെ കെട്ടാൻ പോകുന്നവനോട്. എടോ, തനിക്ക് ഒരു മോനേ ഉള്ളൂ എന്ന് ഞാൻ കരുതില്ല. അവനെ തല്ലിക്കൊന്ന് കൊക്കയിൽ കൊണ്ടിടാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞേക്കവനോട്. അപ്പൊ ആയസത്താതെ ചാവാൻ തന്നെയാ നിന്റെ തീരുമാനം? അല്ല, നിന്റെ ജാതകത്തിലുണ്ട് അല്പായസാണെന്ന്. എടാ, അങ്ങനെ ചത്തേ പറ്റൂന്നുണ്ടെങ്കിൽ വല്ല പട്ടാളത്തിലും പോയി ചേര്. അവിടെ വെച്ച് ചത്ത പരമവീര ചക്രെങ്കിലും കിട്ടും. നിങ്ങൾ അതൊന്നും പറയാതെ മോനെ സഹായിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്ക്. നോക്കാം. താലി കെട്ടാൻ നേരത്തെ എന്റെ മോൻ പതറി വീഴാതിരിക്കാൻ ഞാനൊന്ന് താങ്ങിയാ മതിയോ? എടാ മോനെ സേതു, ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് 24 വർഷം വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യ. പെട്ടെന്ന് അത് ഇല്ലാണ്ടാകുമെന്ന് വെച്ചാ ഒരു തന്തയ്ക്ക് ആ വേദന മനസ്സിലാവും. എല്ലാം കൂടെ കേൾക്കുമ്പോ ആകെ പേടിയാവുന്നു. ഈ സമയത്ത് നിന്നെ സഹായിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ. സേതുവിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആ പരിസരത്തെങ്ങാനും ഞങ്ങളുടെ തല കണ്ട, പ്രത്യേകിച്ച് എന്നെ കണ്ടാൽ ആ മുതുക്കൻ തിരുമേനി 14 കഷ്ണമായി വെട്ടി ഞുറുക്കി ഉപ്പും മുളക് അരച്ചു പുരട്ടി ഞങ്ങളെ കൊണ്ട് എന്നെ തീറ്റിക്കും. അത് മാത്രമല്ല, തമ്പുരാട്ടി ഇടത്തി വന്ന പിന്നെ ഞങ്ങൾ ഈ വെട്ടും കുത്തുമൊക്കെ ഒന്ന് കുറച്ചിരിക്കുക. സേതു പോ. സേതു നിൽക്ക്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സേതുവിനെ നിങ്ങൾ സഹായിക്കണം. ഏട്ടത്തിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ റെഡി. അതെ. എടാ കൊടുവാളെ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ശത്രുക്കൾ ശക്തന്മാരാണ്. ബ്രൂസ്ലി, നമ്മുടെ ഫാക്ടേഴ്സിനെ വിളിച്ചോളൂ. ഹലോ, പട്ടപ്പാറ വാസുവല്ലേ? ബ്രൂസ്ലി ഭാസ്കരനാണ്. ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു കല്യാണം മുടക്കലും മറ്റൊരു കല്യാണം നടത്തിക്കലും. നമ്മുടെ കാഞ്ഞിരപ്പള്ളി കരയാച്ചനെയും ആ തലയോലപ്പറമ്പ് തങ്കച്ചനെയും പിന്നെ ആ കരിമ്പുള്ളി കരീമിനെയൊക്കെ ഒന്ന് വിവരം അറിയിച്ചോ? ഓക്കെ. ഇന്ദ്രജിത്ത് കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഈ നാട്ടിൽ ആർക്കും അറിയില്ല. അതൊട്ട് ഇനി ആരും അറിയാനും പാടില്ല, പ്രത്യേകിച്ച് രാമവർമ്മ. മനസ്സിലായില്ലേ? വെക്കോ മോനെ. ഈ വിവാഹം കഴിയുന്നത് വരെ നമ്മൾ വളരെ ജാഗ്രതയായിരിക്കും. അച്ഛാ, മിറാന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ? കല്യാണം കഴിഞ്ഞ് സത്യഭാമ ഇവിടെ നിർത്തിയിട്ട് മിറാന്റെയും കൊണ്ട് നീ കാനഡയിലേക്ക് വെക്കോ. സത്യഭാമ ഒരു പാവം പെണ്ണ. അവൾ ഇതൊന്നും അറിയാൻ പോണില്ല. സ്വത്ത് മുഴുവൻ നമുക്ക് വന്ന് ചേരുകയും ചെയ്യും. സംഗതിയൊക്കെ ശരിയാ. കൊച്ചുതിരുമേനയുടെ ഭാര്യയല്ല ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ എതിർ വിഭാഗം വളരെ ശക്തരാ. ശത്രുക്കൾ ഒന്നല്ല, രണ്ടാ. മൂത്ത കുന്നം വിവാഹം മുടക്കുമെന്ന് വാത് വെച്ച് ഒരു ഭാഗത്തും കാര്യസ്ഥന്റെ മോൻ സേതുമാധവൻ മറുഭാഗത്തും. നമ്മൾ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ സംഗതി പ്രശ്ന. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ആ കോവയും മച്ചാനെയും കൂട്ടരെയും കയ്യിലെടുക്കണം. കയ്യിലെടുക്കാൻ അവന്മാരെന്താ കൊച്ചുകുട്ടികളാ? അങ്ങനെ കയ്യിലെടുക്കാൻ അല്ലടോ പറഞ്ഞത്. ഇപ്പൊ രാമവർമ്മയും അവര് ശത്രുക്കളാ.
രാമവർമ്മയോട് പകരം വീട്ടാൻ ഒരു അവസരത്തിനായി അവർ കാത്തിരിക്കുക. നമ്മൾ അത് മുതലെടുക്കണം. മാത്രമല്ല, ഓടിപ്പോയ സാവിത്രിയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. അവർക്കത് അറിയില്ല. നമ്മളത് ആ പൊട്ടന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സ്വത്ത് കിട്ടുന്നറിയുമ്പോ ജീവൻ കളഞ്ഞു അവന്മാര് നമ്മുടെ കൂടെ നിൽക്കും. പിന്നീട് അത് കുഴപ്പമില്ല അച്ഛാ. അതാണടാ ഈ അച്ഛന്റെ ബുദ്ധി. നമ്മുടെ കാര്യം കഴിഞ്ഞാ നമ്മൾ അവന്മാരെ ഒതുക്കും. ഇന്ദ്രജിത്തും സത്യഭാമയും തമ്മിലുള്ള കല്യാണത്തിന് എന്ത് തടസ്സമുണ്ടായാലും മുതലാളിയുടെ കൂടെ നിന്ന് ഞങ്ങൾ അത് നടത്തിത്തരണം. കൂടാതെ ആ രാമവർമ്മ തിരുമേനിയെ കുത്തുപാറയെടുപ്പിക്കുകയും ചെയ്യണം. ഇത്രയല്ലേ വേണ്ടു? സന്തോഷമായി. ഇത് വെച്ചോളൂ, എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപകരിക്കും. അയ്യോ, ഇത് പ്രതിഫലമായി കരുതണ്ട, എന്റെ ഒരു സന്തോഷത്തിന്. അതല്ല ചോദിച്ചത്, ഇത് എത്ര ഉണ്ടെന്ന്. 10,000 പോരെങ്കിൽ. അല്ല, ഇപ്പൊ ഇത് മതി. അഡ്വാൻസ് വാങ്ങിച്ചേ ഞങ്ങൾ പ്രോഗ്രാം ഏൽക്കാറുള്ളൂ. എല്ലാം റെഡി. എന്നാ തിരുമേനി പോയിക്കോളൂ. ആ, എന്നാ ഞാൻ നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾക്ക് 2 മുഖമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അമ്പ്രാറ്റിയർത്തി, ഞങ്ങൾക്ക് 2 മുഖമല്ല, പല മുഖങ്ങളുണ്ട്. അതിൽ 3ാമത്തെ മുഖമാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടത്. ബഹളത്തിനിടയിൽ ആരെതിർക്കാൻ വന്നാലും കയ്യോ കാലോ വേണ്ടുവന്ന തല വരെ വെച്ചുമാറ്റി. പിന്നെ മണ്ഡപത്തിന്റെ പുറകുവശത്തുള്ള വഴിയരികിൽ തുറന്ന ജീപ്പിൽ പുരുഷുമായി നിങ്ങൾ കാത്തു നിൽക്കണം. അകത്ത് നിന്ന് സത്യഭാമയെ ഇറക്കി കൊണ്ടുവരുവാൻ നിങ്ങൾ പോകണം. ഞാനും എന്റെ വാനരപ്പടയും അടി തുടങ്ങിയേക്കാം. അപ്പോഴേക്കും പറഞ്ഞ കാര്യങ്ങൾ നടന്നിരിക്കണം. അച്ഛാ, വേറെ ഐഡിയ. ഈ ഗുണ്ട കിഴക്ക് വശത്ത് നിൽക്കട്ടെ, ഈ ഗുണ്ട തെക്ക് വശത്ത് നിൽക്കട്ടെ, ഈ ഗുണ്ട വടക്ക് വശത്ത് നിൽക്കട്ടെ, അച്ഛൻ ഗുണ്ട പടിഞ്ഞാറ് വശത്ത് നിന്നാ മതി. ഇത് ബോധക്ഷയ ഭസ്മമാണ്. ഇത് ശത്രുക്കളുടെ നേരെ വിതറിയാൽ ആ നിമിഷം അവർ ബോധം കെട്ടുപോയി. പിന്നെ ഇത് അവസാനത്തെ കടുക്കയ്യായി ഉപയോഗിച്ചാൽ മതി. അച്ഛാ, ഇത് തിരുപ്പതിയിലെ ഭസ്മമാണല്ലോ. നിനക്കുള്ള കെട്ടടോടാ വേണം എങ്കിൽ മിണ്ടായിരുന്നോളാം. പറഞ്ഞത് കേട്ടില്ലടാ, മിണ്ടാതിരുന്നോളും. ഈശ്വര, ഇത് എന്തിനുള്ള പുറപ്പാടാണാവോ? ഒരു സംശയവുമില്ല, 3ാം ലോക മഹായുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെയാ. ഇവന്മാരെല്ലാവരും കൂടി നമ്മുടെ നാടിന് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം മേടിച്ചു തരുന്ന തോന്നണേ. രാമവർമ്മ തിരുമേനി എന്താ ഒരുമാതിരി പഴങ്കഞ്ഞി കുടിച്ചിട്ട് വിളിക്കുന്ന പോലെ? ഉഷാറായിട്ട് വിളിക്കേ. ഞാൻ വിളിച്ചു കാണിച്ചേരാ. രാമവർമ്മ തിരുമേനി. ഞാൻ വിളിക്കാം. ആരും വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ചന്ദ്രമംഗലത്തെ രാമവർമ്മ തിരുമേനി. ആരൊക്കെ എതിർത്താലും ആകാശം പിടിച്ച് വീണാലും തിരുമേനി തീരുമാനിച്ച കല്യാണം നാളെ നടക്കില്ല. സേതു മാധവനായി പറയുന്നത്. എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. ഞാൻ സത്യഭാമയെ പ്രേമിച്ചത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ മറ്റാരെയും ഞാൻ അനുവദിക്കില്ല. മിക്കവാറും നിനക്ക് ജീവിച്ചിരിക്കേണ്ടി വരില്ല. ഇപ്പൊ തന്നെ അറിയാം രണ്ടിലൊന്നും. അണ്ണന്മാരെ, തിരുമേനി ദേ AK-47 കൊണ്ടുവരുന്നു. അത് AK-47 അല്ലടാ, NH-47 പുതിയ തോക്ക. ഈ തറവാട്ടുമുറ്റത്ത് കൊല്ലും കൊലയും നടക്കാൻ പാടില്ലെന്ന് മോഹിച്ചവനാണ് ഞാൻ. വേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല. നാളത്തേക്ക് 2 ഉണ്ടകൾ ഞാൻ കരുതിയിട്ടുണ്ട്. അത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയാം. അതിലൊരുണ്ട ഇവനും മറ്റേ ഉണ്ട് മറ്റാനും ഉള്ളതാ. എടാ മഹാഭാവി, കരുതാക്കൂടൊന്നും പറയാടാ. സേതുമാധവാ, നാളെ സത്യഭാമയുടെ കഴുത്തിൽ നീയാണ് താലി കെട്ടുന്നതെങ്കിൽ ഇതിലൊരെണ്ണം നിനക്കും മറ്റൊരെണ്ണം സത്യഭാമയ്ക്ക് വേണ്ടിയും ഞാൻ കരുതി വെക്കും. ഓർത്തോ? ശബ്ദം ഉണ്ടാക്കാതാ. നീ ഉണ്ടാക്കാതിരുന്നാ മതി. പറഞ്ഞതുപോലെ എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ ആൾക്കാരുണ്ടായിരിക്കണം. ആരെതിർക്കാൻ വന്നാലും തല്ലി കാലും കൈ ഒടിച്ചേരെ. ശരി, എല്ലാം മംഗളമായി. ഇനി താലി കെട്ടിയാൽ മാത്രം മതി. ആ ബന്ധുക്കാരാ, എല്ലാം തന്റെ കയ്യിലാ. നാളെ എന്റെ മോൻ തന്നെ താലി കെട്ടണം.
ഇല്ലെങ്കിൽ നാണക്കേട് നമ്മൾ ബന്ധുക്കൾക്കാ. തിരുമേനി വിഷമിക്കണ്ട. നാളെ തിരുമേനിയുടെ മോൻ തന്നെ താലി കെട്ടും. അത് കണ്ട് തിരുമേനി ഞെട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഞെട്ടിക്കും. അങ്ങോട്ട് നമസ്കാരം. എല്ലാവരും കരുതലോടെ നിൽക്കണം. ആ സേതു വരാൻ സാധ്യതയുണ്ട്. പോയി ഒരുക്കങ്ങളൊക്കെ എന്തായി നോക്കിനടാ. അവരിപ്പോ ഇങ്ങെത്തും. താനെന്താ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത്? തല ചുറ്റിയപ്പോ ഒന്ന് ഇരുന്ന് പോയതാ. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. മിണ്ടിപ്പോകുന്നു. താൻ എന്റെ കൂടെ വേണം. കൊണ്ട് പോടാ കുന്തം. പ്രിയവധൂവരന്മാരെ, എന്താടാ കോത്ത പൊട്ടിനെ പോലെ ഇരിക്കുന്നത്? മാല കെട്ടിക്കിടന്നത് എന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തോന്നല്. ഇപ്പൊ എനിക്ക് ഒട്ടളയാണ് എന്റെ വേഗം വിടറോ. എടാ ഇദ്ദേഹത്തെ ആ പോവേ മച്ചാനെ കാണുന്നില്ലല്ലോ. മോളെ, ഈശ്വരൻ അനുഗ്രഹിക്കും. വയ്ക്കും. നിർത്ത് 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 നിർത്തോ നിർത്ത് 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 നിർത്ത്. എന്താ വണ്ടി തിരിച്ചുവിട്, തിരിച്ചുവിട്. എന്താ കാര്യം? ആ സേതുവിന്റെ ആൾക്കാർ വഴി മുഴുവനും ബ്ലോക്ക് ആക്കിയിരിക്കുക. നമുക്ക് ഈ വഴിക്ക് പോവാം. ഇത് വളഞ്ഞ വഴിയാണല്ലോ. ഇപ്പൊ വളഞ്ഞ വഴിയാണ് നല്ലത്. എടോ മുഹൂർത്തം. മുഹൂർത്തത്തിന് മുമ്പ് എത്താതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. താൻ എന്തായി പറയുന്നത്? അല്ല, മുഹൂർത്തത്തിന് മുമ്പ് എത്താതിരിക്കാൻ വേണ്ടിയാണല്ലോ അവനെ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയായിരുന്നു. അയ്യോ, എന്താ ഇത്? ചേച്ചിക്ക് നന്ദ കുന്താ. സോറി. വേഗം വണ്ടി വിടറോ. പോട്ടെ പോട്ടെ രാജു പോട്ടെ. പോട്ടെ. നാണമാവുന്നു സത്യഭാമേ, എന്റെ മേനി നോവുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ മേനിലൊക്കെ തൊടാടാ. ഭാമയെ കൂട്ടിക്കൊണ്ടുവരാൻ കരടിയും പുരുഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. സുഖാണോ? ഒന്ന് കാണാൻ കുറെ നാളായി ഈ ഹൃദയം തുടിക്കുന്നു. ഇനി അധികം നേരം ഇവിടെ നിന്നാലേ അണ്ണന്റെ തുടിക്കുന്ന ആ ഹൃദയം വലിയ തിരുമേനി അറുത്ത് മാറ്റും. വന്നോളൂ. പോട്ടെ. വാ. ഇങ്ങനെ കണ്ണി നോക്കി നിൽക്കാനൊക്കെ ഇനിയും സമയമുണ്ട്. വേഗം വണ്ടി കയറ്. അണ്ണാ, മച്ചാൻ ആ ഇന്ദ്രജിത്തിനെയും കൊണ്ട് നാട് മുഴുവൻ കറങ്ങുന്നുണ്ടാവും. വേഗം ചെല്ല്. മച്ചാൻ പറഞ്ഞ മാതിരി ചെയ്യുന്ന ആളാ. വേഗം പോ. എന്താ എന്താ ലൈൻ ഏതാണ്ട് ക്ലിയർ ആയെന്നാ തോന്നുന്നേ. ഭാമയും കൊണ്ട് സേതുവും കരടിയും ബ്രൂസിലെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. എന്താ എന്താ പ്രശ്നം? തിരുമേനി, ലൈൻ ക്ലിയർ ആയി. വണ്ടി തെക്കോട്ട് വിട്ടോ. അപ്പൊ താൻ വരുന്നില്ലേ? ഞാൻ കൂടെ വന്നാലേ ചിലപ്പോ സന്തോഷം കൊണ്ട് തിരുമേനിക്ക് എന്നെ കൊല്ലേണ്ടതായിട്ട് വരും. നിങ്ങൾ വിട്ടോ. മംഗളം ഭവന്തു. മച്ചമ്പി, അത് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ. ഹാപ്പി ന്യൂ ഇയർ. അതെ അത് തന്നെ. വിട്ടോ. വണ്ടി വിടറോ. നീയൊക്കെ അറിയാതെ അവളെ അവൻ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? സത്യം പറയടാ. ആരാണ് അവളെ ഇറക്കി വിട്ടത്? ഒന്നുകളെയുമല്ലാത്രേ ഞാൻ. അവര് വന്നു. ഇല്ലേ, അവര് വന്നു. ഞാൻ അവരോട് ഇനി എന്ത് സമാധാനം പറയും? എന്താ എന്താ രാമവർമ്മേ? എല്ലാം പോയടോ. ആ സേതുമാധവനും ആൾക്കാരും ഭാമയെ തട്ടിക്കൊണ്ടുപോയി. എങ്കിൽ അവന്മാരെ വിടരുത്. ആണോ? നിങ്ങൾ അതുവഴി ചെന്ന് സത്യഭാമയെ പിടിച്ചിറക്കിട്ടുവാ. എന്തിനാ അളിയാ ഇനി അവളെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്നേ? എൻ പുരുഷൂരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അതിന് നടക്കില്ല അളിയാ. അവളെ വേറെ ആമ്പിള്ളേരെ പിടിച്ചിറക്കിക്കൊണ്ട് പോയി. എന്താ അങ്ങോട്ട് പോകാം. കേട്ടാ, എന്തിനാണ് ഈ തല്ലും ബഹളമൊക്കെ? നിങ്ങളെല്ലാം ചേർന്ന് നശിപ്പിക്കുന്നത് എന്റെ മോളുടെ ജീവിത. സത്യഭാമ പോയത് സേതുവിന്റെ കൂടെയാ. അവൾക്ക് അവനെ ഇഷ്ട. 32 വർഷം മുമ്പ് ഏട്ടൻ നാത്തൂനെ ഇതുപോലല്ലേ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോയത്. സ്നേഹത്തിന്റെ വില ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളല്ലേ ഏട്ടൻ. നാത്തൂനെ, ഭാമ എന്റെ മാത്രം മോളല്ലല്ലോ, നിങ്ങളുടെയും മോളല്ലേ. ഞങ്ങൾക്കിനി രക്ഷകനായി വലിയ മാത്രമേ ഉള്ളൂ.
വലിയലിയനാണ് ഇപ്പൊ ഞങ്ങൾക്ക് ദൈവം. വലിയ അനുമാനം പോയി ഈ അവസരത്തിൽ ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ പിന്നെ എന്താ കാര്യമോ? മോനെ പുരുഷോത്തമ, നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരല്ലേ മോനെ? നിന്റെ കഴിവ് ഇപ്പോഴാണ് നീ കാണിക്കേണ്ടത്. മോനെ പുരുഷോത്തമ, നീ അവളെ രക്ഷിക്കണം. ഭാമിയെ നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളായി കാണണം. ഭാമിയുടെ അച്ഛൻ തോക്ക് കൊടുത്തോണ്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. അച്ഛാ, ഞാൻ എന്റെ മനസ്സ് മാറ്റി. ഞാനും. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ നമുക്ക് ഈ ഭാമി രക്ഷിക്കാം. വേഗം കേട്ടോ. ഇവളെ പിടിച്ച് വണ്ടി കേട്ടാ. എടോ, തന്നെ കൊന്നിട്ടാണെങ്കിലും സത്യഭാമയുടെ കരുത്തി ഞങ്ങളുടെ സേതു താലി കെട്ടും. എടാ മാറി, എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട്. അതാണ് തിരുമേനി ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങളെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് നിങ്ങളെ തന്നെ തല്ലും. മനസ്സിലായില്ല? മച്ചമ്പി ക്ഷമിക്കണം. ഓടാ, കെട്ടടാ താലി. എടാ നോക്കി നിൽക്കാൻ യവന്മാരെ അടിച്ച് ഓടിക്കടാ. എന്റെ മോനെയൊന്നും ചെയ്യട്ടെ. അയ്യോ, എന്റെ മോനെയൊന്നും ചെയ്യട്ടെ. അയ്യോ. മച്ചമ്പി, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താ. ആരാണോ നിന്റെ മച്ചമ്പി? 10,000 രൂപ എന്റെ വാങ്ങി തക്കിയതല്ലടാ. അതിനുള്ള ഇടിയാണ് ഈ ഇടിച്ചോണ്ടിരിക്കുന്നത്. പോരെങ്കിൽ കുറച്ചുകൂടെ തരാം. എടാ പുല്ലേ, എന്റെ കാശിക്ക് തിരിച്ചതാടാ. എടാ പുല്ലൻ തിരുമേനി, ആ കാശിനാ ഞാൻ പെട്രോൾ അടിച്ചത്. ഒന്നല്ലടാ, നമ്മൾ രണ്ടാ. കൊണ്ടോ കൊണ്ടു. ചട്ടമ്പി ക്ഷമിക്കുക. ക്ഷമിക്കില്ല. മച്ചമ്പി അടിക്കരുത്. നിന്നത് സേതു താലി കെട്ടിക്കോട്ടെ. സേതുവിനെയും കൊല്ലും, നിന്നെയും ഞാൻ കൊല്ലും. അയ്യോ, ഇങ്ങോട്ട് പോരാ. ഇത് ബോധക്ഷയബദ്ധമാണ്. ഓ, കുലുകുലു, കുലുകുലു. നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് അടിച്ചിട്ട് എന്ന കാര്യം കേടാ. ഓ, കുലുകുലു, കുലുകുലു. അയ്യോ. എനിക്കൊന്നും കേൾക്കില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. ഇന്ദ്രജിത്തിന്റെ കല്യാണം കഴിഞ്ഞതാ. കൊടുവാളെ
പൊന്നാനിൽ വെച്ച് ഇവരുടെ കല്യാണം കഴിഞ്ഞതാ. എന്തിനു വേണ്ടിയാടോ എന്നെ ചതിക്കാൻ നോക്കിയത്? മച്ചമ്പേട് സ്വത്തടിക്കാൻ വേണ്ടി ഒരു പങ്ക് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. അടിക്കുമാരുടെ കൈക്കാർ സേതു, നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്നെയും എന്റെ മോളെയും വലിയ ഒരു ചതിയിൽ നീ രക്ഷപ്പെടുത്തി. അതിന് പ്രത്യുപകാരമായി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സത്യഭാമയ്ക്കൊരു പ്രേമ ലേഖലേഖനമാണ്. എന്റെ സ്നേഹമുള്ള പെങ്ങളും അളിയനും നവവധൂവരന്മാരായ ഒരു 100 കൊല്ലം ജീവിക്കണം. പൂരം നക്ഷത്രത്തിൽ എന്നെ പോലെ മിടുക്കന്മാരായ 100 പുരുഷോത്തമന്മാർ ജനിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയാശംസകൾ എന്ന് സ്വന്തം മാങ്ങള പൂരം പിറന്ന പുരുഷോത്തമൻ.